ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ കോഴ്സിനെ പറ്റിയാണ്. ഞങ്ങളുടെ കോഴ്സ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ്. ഞങ്ങൾ ജോർജിയൻ കോളേജിലാണ് കാനഡയിൽ പഠിക്കുന്നത്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുമല്ലേ? തുടങ്ങാം. കാനഡയിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, 2 ഇയർ കോഴ്സുണ്ട്, 1 ഇയർ കോഴ്സുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 8 മന്ത്സേ ഉള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ട്രൈ സെമസ്റ്ററാണ്, ലൈക്ക് 4 മന്ത്സാണ് ഒരു സെമസ്റ്റർ. അപ്പം ഒരു വർഷം ലൈക്ക് മാക്സിമം 3 സെമസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 സെമസ്റ്ററാണ്. പിന്നെ ഞങ്ങൾക്ക് കോപ്പില്ല. അപ്പം എന്താണ് കോപ്പ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു കമ്പനിയിൽ പോയി നമ്മൾ ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യുക, അതാണ് കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോപ്പില്ല, ആകെപ്പാടെ 8 മന്ത്സേ ഉള്ളൂ കോഴ്സ് ഫുള്ള്. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 3 ഡേയ്സാണ് ക്ലാസ്. ഞങ്ങൾക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ക്ലാസ്. ഈ സെമ്മിൽ ഞങ്ങളിപ്പോൾ ഫസ്റ്റ് സെം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ വിൻ്റർ ബ്രേക്കിലാണ്. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു 3 വീക്സ് അത്രേ ഉള്ളൂ ബ്രേക്സ്. അപ്പോൾ 3 ഇൻടേക്സ് ഉണ്ട് ഈ കോഴ്സിന്. ജാനുവരിയിലുണ്ട്, മെയ്യിലുണ്ട്, സെപ്റ്റംബറിലുണ്ട്. അപ്പോൾ ഞങ്ങൾ സെപ്റ്റംബറിലാണ് വന്നത്. സെപ്റ്റംബറാണ് ഒരു മേജർ ഇൻടേക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്ട്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ് പെയ്ത്തുണ്ട്, നല്ല തണുപ്പിട്ടിരിക്കുക. അപ്പം സബ്ജക്റ്റ് ഞങ്ങൾക്ക് കഴിഞ്ഞ സെമസ്റ്റർ ഉണ്ടായിരുന്ന 6 സബ്ജക്റ്റാണ്. 6 സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് അവസാനമായപ്പോൾ ഏകദേശം 2 സബ്ജക്റ്റിൽ അസൈൻമെൻറ്റ്സും അസൈൻമെൻറ്റ്സ് അല്ല പ്രോജക്ട്സ് കാര്യങ്ങൾ വന്നു. അപ്പം പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു വെബ് പേജ് ഉണ്ടാക്കുക, കുറച്ച് പരിപാടികൾ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ ബേസിക്കലി. അപ്പം അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ അസൈൻമെൻറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അസൈൻമെൻറ്റ്സിന് ഈക്വൽ ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ആണ് ഫൈനൽ എക്സാംസ്, ടെർമിനൽ എക്സാം, അത് കാര്യങ്ങളായിട്ട്. അപ്പം അസൈൻമെൻറ്റ്സ് സമയത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതെ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് എക്സാംസ് ആണ് ഏറ്റവും പ്രയോറിറ്റി. ലൈക്ക് ആ ഫൈനൽ എക്സാം. ഇവിടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 2 സബ്ജക്റ്റിനോടായിരുന്നു ഫൈനൽ എക്സാം. ബാക്കിയുള്ളതെല്ലാം എക്സാംസ് ഇല്ലായിരുന്നു. അസൈൻമെൻറ്റിലൂടെ കിട്ടുന്ന മാർക്ക് കൊണ്ടാണ് പാസ്സായി പോകുന്നത്. ബാക്കി ഒരു 80% അസൈൻമെൻ്റ് ആണ്, ബാക്കി 20 ഉള്ളൂ ഈ എക്സാംസ്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രോസസ്സ് ചിലപ്പം റിക്വയർമെൻറ്റ്സ് ഇടും. ഒരു ക്ലയൻറ്റ് സമീപിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരു റിക്വയർമെൻറ്റ് നോക്കി. അപ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പൈത്തണിൽ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് അവരെ കോൺടാക്ട് ചെയ്യുക, അവരുടെ റിക്വയർമെൻറ്റ് നോക്കുക, എന്നിട്ട് നിങ്ങൾ അവരോട് വർക്ക് ചെയ്യുക. അങ്ങനെ വരുന്ന പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ പങ്കെടുക്കുക. അത് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും നമുക്ക്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ കോഴ്സിൽ നിങ്ങൾക്ക് ആ സൈഡിൽ പോയി കാണുമ്പോൾ വരാൻ നിങ്ങൾക്ക് വേണം ലാപ്ടോപ്പ് ആണെന്ന് പറയും. ഇതും ലാപ്ടോപ്പ് വിൻഡോസ് തന്നെ വേണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതെല്ലാം മാക്കിൽ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ നിങ്ങൾ മാക്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊക്കെ പാട് വേണ്ട. പിന്നെ അല്ലെങ്കിൽ വെർച്വൽ മെഷീൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വിൻഡോസ് തന്നെ മേടിക്കുക. വിൻഡോസ് അവർ പറഞ്ഞല്ലോ 16 GB റാം അല്ലെങ്കിൽ 8 GB റാം മിനിമം എങ്കിലും വേണം. കാരണം നിങ്ങൾ അതിനകത്ത് ഒരു വേറെ വെർച്വൽ മെഷീൻ ഉപയോഗിക്കും. ചിലപ്പോൾ ആ വെർച്വൽ മെഷീൻ നിങ്ങളൊരു 4 GB കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തേന് കമ്പ്യൂട്ടർ സ്ലോ ആവും. പിന്നെ നിങ്ങൾ എക്സൽ ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ വന്ന് മേടിച്ചാലും മതി. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് കോൺടാക്ട്സ് ഉള്ള ആരോടെങ്കിലും പറയാം. ബോക്സിംഗ് ഡേ നിങ്ങൾക്ക് വരുന്നത്, ബോക്സിംഗ് ഡേ വരുന്നുണ്ട്. അപ്പം ബോക്സിംഗ് ഡേയിൽ ഭയങ്കര വിലക്കുറവാണ് സാധനങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ ആരെങ്കിലും ഫാമിലി റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എടുത്ത് വെക്കാൻ പറയുന്ന സാധനം ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും. ക്ലാസ്സിൽ പല രാജ്യക്കാരുണ്ട്, പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പല ഏജുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ക്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു 25-26ഒക്കെയാണ് ക്ലാസ്സിൻ്റെ ആവറേജ് ഏജ് വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏകദേശം സ്റ്റാർട്ടിങ് വരുന്ന ഒരു 24-25 വയസ്സുള്ളവരാണ് ഏറ്റവും ചെറിയ പിള്ളേർ ക്ലാസ്സിലെ. അത് തുടങ്ങി 40 വയസ്സ്, 45, 50 വയസ്സുള്ളവരൊക്കെ വരെ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ അവരൊക്കെ പ്രോജക്റ്റ് മാനേജേഴ്സാണ്. അപ്പോൾ അവരൊക്കെ അവരുടെ പണി കഴിഞ്ഞ് ചിലപ്പോൾ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. കാരണം ജോലി ഇവിടെ കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ മറ്റുള്ളവർ വഴി അറിഞ്ഞിരിക്കുന്ന ഒത്തിരി ജോലി സാധ്യതകളാണ്. നമ്മുടെ നാട്ടിലെ പോലെ എന്താ കോളേജിൽ വന്ന് റിക്രൂട്ട്മെന്റ് അങ്ങനെ പരിപാടി ഇല്ല ഇവിടെ. എന്തായാലും നമ്മൾ പുറത്ത് പോയി ജോലി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കോൺടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റത്തുള്ളൂ. ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷം കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു, IT കമ്പനിയിൽ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം IT കമ്പനി 2 വർഷം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം, അത്യാവശ്യം നോളജൊക്കെ ആവും. ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, ക്ലയൻറ്റായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തവരിപ്പം അതൊന്നും സാഹചര്യം അങ്ങനെ അല്ലാത്തവർ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോക്കുക. ഇപ്പം ടെക്നിക്കലായിട്ടാണെങ്കിലും ബാക്കി കാര്യങ്ങളായിട്ടാണെങ്കിലും കുറച്ച് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് വരിക. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ ആണെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറയാൻ അറിയാലോ, കോപ്പി അടിച്ച് അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേജറിസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്ലേജർസിൽ പിടിച്ച് കഴിഞ്ഞാൽ 0 മാർക്സ്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല, രണ്ടുമില്ല. 0 എന്ന് വെച്ചാൽ 0. കോപ്പിയുടെ ഫ്രം എല്ലാ ഷോട്ടെന്ന് പറഞ്ഞായിരിക്കും ഡിസ്ക്രിപ്ഷൻ ഇടുന്നത്. അപ്പോൾ കോപ്പി അടിക്കുന്നവരുടെ പരിപാടിയില്ല. നമുക്ക് ഗൂഗിളിൽ പോയി നമുക്ക് തപ്പി കോഡൊക്കെ എടുക്കാം. പക്ഷേ കോഡൊക്കെ എടുക്കുന്നതിന് നമുക്ക് തന്നെ അറിയണം കോഡ് എടുത്ത് എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് അല്ലേ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ഈ സെമ്മിൽ C# ചെയ്ത്, ഞങ്ങൾ പൈത്തൺ ചെയ്ത്, ഞങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്ത്, ഞങ്ങൾ HTML ഇതെല്ലാം ചെയ്യണം. ഇതിൻ്റെ ഇനി ഫ്യൂച്ചർ സ്കോപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് എന്താണ് അല്ലേ.
അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കോഴ്സ് എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് പഠിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം നിങ്ങൾക്ക് 1 ഇയർ സ്റ്റേ ബാക്കേ ഉണ്ട്. അപ്പോൾ അതാണ് ഇതൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടുന്നത് പറയുന്നത് നല്ല ഹൈ ലെവൽ ജോലീസ് ആയിരിക്കും. നമ്മൾ വൈറ്റ് കോളർ ജോബ്സ് എന്ന് പറയത്തില്ലേ, അതാണ് വൈറ്റ് കോളർ ജോബ്സ് ആണ് ഇത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ലൈക്ക് സാലറീസ് ഒക്കെ റിയലി ഹൈ ആണ്. ഈ കിട്ടാൻ പോകുന്ന ജോലികളുടെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ സയൻറ്റിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, ബിസിനസ് അനലിസ്റ്റ്, അങ്ങനത്തെ നല്ല ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ എൻഡ് പോസ്റ്റുകളാണ് ഓരോന്നും. അപ്പം പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. അപ്പം കുറേ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോ അല്ലെങ്കിൽ റിയൽ ടൈം പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ റെസ്യൂമിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതാ പറഞ്ഞത്, ഓരോ പ്രോജക്ട്സ് കിട്ടുവാണെങ്കിൽ അതൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അതെ, കോളേജിൽ തന്നെ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഇതുപോലെ നമുക്ക് റെസ്യൂമേ ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കോളേജിൽ നിന്നുണ്ട്. അവർ തന്നെ നമുക്കൊരു സാമ്പിൾ റെസ്യൂമേ ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈസിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫീസ് അടച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് ഓഫർ ലെറ്ററിൽ ഞങ്ങൾക്ക് വന്ന ഏകദേശം $16,999 ആയിരുന്നു, $60,000 ആയിരുന്നു. അപ്പോൾ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 8.5 ലക്ഷമായിരുന്നു ഞങ്ങളുടെ ഫീസ്. അപ്പോൾ ഞങ്ങൾ ഫീസൊക്കെ അടച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നതാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് ഫീസ് കൂട്ടിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിയവർക്കൊക്കെ ലൈക്ക് 9.5 ഒക്കെ വന്നിട്ടുണ്ട് ഫീസ്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ സെക്കൻഡ് സെമിസ്റ്റർ ആയപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ബാക്കി ആ 1 lakh ഞങ്ങളിപ്പോൾ അടക്കണം. അപ്പോൾ ഞങ്ങൾ ഏകദേശം പിന്നെ ഓരോ സെം കഴിയുമ്പോഴും ഫീസ് കൂടാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഒരു $500 ഒക്കെ ഫീസ് കൂടും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഇപ്പോൾ ഫീസ് കൂടിയൊക്കെ ഏകദേശം ഞങ്ങൾ ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിലോട്ട് കയറാൻ തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഫീസ് അടയ്ക്കും. ഞങ്ങൾക്ക് ഏകദേശം $1,800 CAD. അപ്പോൾ എന്ന് പറയുന്നത് ഏകദേശം അറിയാമല്ലോ, 1 ലക്ഷത്തിനടുത്ത് വരും. അപ്പോൾ അത്ര ഞങ്ങൾ ഫീസ് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ അത് എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഇൻടേക്കിന് വന്നാലും ചിലപ്പോൾ അടുത്ത ഇൻടേക്ക് ആകുമ്പോൾ ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കാണ് ഏറ്റവും കൂടുതൽ ഫീസ് കൂട്ടുന്ന സമയം. അപ്പം ആ ഇൻടേക്ക് ഫീസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാധ്യസ്ഥരാണ് അടുത്ത സെമസ്റ്ററിലേക്ക് ഫീസ് അടയ്ക്കാൻ. പിന്നെ ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ ഫീസ് നെക്സ്റ്റ് സെമിൽ അടയ്ക്കാം. ഒരു സബ്ജക്റ്റിലേക്ക് 1,000-1,500 അടുത്ത് വരും. അത്ര നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് വരും. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഒരു സെമ്മിൽ ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ പോകാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അന്ന് ചിലപ്പോൾ ഒരു എക്സാം നിങ്ങൾക്ക് കാണും, അല്ല അന്ന് നിങ്ങൾക്ക് ഇൻ ക്ലാസ് ലാബ് എന്നൊരു സാധനമുണ്ട്. ഇൻ ക്ലാസ്സിൽ വെച്ച് നമുക്ക് ലാബ് ചെയ്യിപ്പിക്കാം. നമ്മൾ പോയില്ലെങ്കിൽ നമുക്കൊരു മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാം പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, ആ സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ ആ സബ്ജക്റ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫീസ് അടയ്ക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് നോക്കിയിരിക്കുക. ഇതൊക്കെ നോക്കുക. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അതെ ഇതെല്ലാം അപ്പം ഈ നിങ്ങൾ അടുത്ത ബിഗ് ഡേറ്റ ആൾക്കാർ ഇത് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും കാണുക, ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ എളുപ്പമാണ്. അതെ, ഇനിയും അടുത്ത വീഡിയോസിൽ വരാൻ പോകുന്നത് നമ്മൾ പാർട്ട് ടൈമിനെ പറ്റി എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ കാനഡ വന്ന് വെതറായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നു. നല്ല അതെ, ഇങ്ങനെ തലയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി അടുത്ത വീഡിയോസുകൾ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും ചെയ്യുക, മെയിൽ അയക്കുക, എന്ത് രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്യുക. ഞങ്ങൾ എല്ലായിടത്തും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു once again.